നമസ്കാരം. നമ്മുടെ മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് പോകാം. ഹസ്തിനപുരത്തിലെ ധൃതരാഷ്ട്രരും പാണ്ഡുവും യൗവനയുക്തരായി. രണ്ടുപേർക്കും വിവാഹാലോചനകൾ നടക്കുകയാണ്. മൂത്തപുത്രനായ ധൃതരാഷ്ട്രയെ കൊണ്ട് ആദ്യം വിവാഹം കഴിപ്പിക്കാനാണ് ഭീഷ്മർ ആഗ്രഹിച്ചത്. അതനുസരിച്ച് അദ്ദേഹം സുബല രാജ്യത്തെ സുബലൻ എന്ന് പറയുന്ന രാജാവിനെ നല്ല സുന്ദരിയായ ഒരു മകൾ ഉണ്ടെന്നറിഞ്ഞ് അങ്ങോട്ട് ദൂതനെ വിട്ട് വിവാഹം ആലോചിച്ചു. ധൃതരാഷ്ട്രൻ അന്ധനാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അന്ധനായ ഒരു രാജകുമാരന് തന്റെ പുത്രിയെ കൊടുക്കാൻ സുബലൻ ആദ്യം വലിയ താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ ഭീഷ്മ പ്രജാപതി ഭരിക്കുന്ന രാജ്യം, കുമാരൻ അന്ധനാണെങ്കിലും രാജാവാണ്. അങ്ങനെയുള്ള വളരെ വിസ്തൃതമായ രാജ്യത്ത് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാം എന്ന് അദ്ദേഹം അവസാനം സമ്മതിക്കുന്നു. അപ്പൊ സുബല രാജാവിന്റെ മകൾ ഗാന്ധാരി ഭയങ്കര ശിവഭക്തയായിരുന്നു. പരമശിവൻ പ്രസാദിച്ച് നിനക്ക് 100 പുത്രന്മാരുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ആ വിവരവും ഭീഷ്മർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഗാന്ധാരിയെ ധൃതരാഷ്ട്രർക്ക് വിവാഹം ആലോചിച്ചത്. അങ്ങനെ ഗാന്ധാരിയുടെ സഹോദരനായ ശകുനിയോടൊപ്പം ഹസ്തിനപുരത്തിലേക്ക് അയക്കുകയും ധൃതരാഷ്ട്രർ ഗാന്ധാരിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. വളരെ ഭർത്തൃഭക്തിയുള്ള ഗാന്ധാരി തൻ്റെ അന്ധനായ ഭർത്താവിന് ഈ ലോകത്തെ കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് തനിക്കും കാണണ്ട എന്ന് വിചാരിച്ച് പട്ടു തുണി മടക്കി തൻ്റെ കണ്ണുകളും കെട്ടി. അങ്ങനെ അന്ധനായ രാജാവിന് അന്ധയായ ഭാര്യയായി ഗാന്ധാരി കൊട്ടാരത്തിൽ വസിച്ചു. എന്നാൽ എല്ലാവരോടുമുള്ള ഗാന്ധാരിയുടെ പെരുമാറ്റം ആ രാജകുടുംബത്തിൽ എല്ലാവർക്കും ഗാന്ധാരി പ്രിയപ്പെട്ടവളായി. അങ്ങനെ ഗാന്ധാരി അവിടെ കഴിയുന്ന സമയത്ത് വ്യാസമഹർഷി അവിടെ വന്നു. വ്യാസമഹർഷി വന്നപ്പോ, വ്യാസമഹർഷി എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രരുടെ അച്ഛന്റെ അച്ഛനാണ്. അപ്പൊ വ്യാസമുനി വന്നു. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടു കൂടി ആഹാരപാനീയങ്ങളൊക്കെ നൽകി സ്വീകരിച്ചിരുത്തി. അദ്ദേഹത്തിനും ഗാന്ധാരിയോട് വളരെ പുത്രീ നിർവേശമായ സ്നേഹം തോന്നി. നിനക്ക് 100 പുത്രരുണ്ടാകട്ടെ എന്ന് അദ്ദേഹം അനുഗ്രഹിച്ചു. അതിനുശേഷം പാണ്ഡുവിനെ കൊണ്ട് കുന്തിദേവിയെയും മാദ്രീദേവിയെയും വിവാഹം കഴിപ്പിച്ചു. കുന്തിഭോജന്റെ മകളായത് കുന്തിദേവി. യഥാർത്ഥത്തിൽ ശൂരസേനന്റെ 2 മക്കളിൽ ഒരുവളാണ് കുന്തി. മകൻ വസുദേവരെ നിങ്ങൾക്കറിയാം. ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛനാണ് വസുദേവർ. വസുദേവരുടെ സഹോദരിയാണ് പൃഥ എന്ന പേരുള്ള കുന്തിദേവി. എങ്ങനെയാണ് പൃഥ എന്ന പേര് വന്നത്? അത് ശൂരസേനന്റെ അച്ഛന്റെ സഹോദരിയുടെ മകനാണ് കുന്തിഭോജൻ. അപ്പൊ കുന്തിഭോജന് മക്കളില്ല. അന്നേരം ശൂരസേനൻ പറഞ്ഞു, തനിക്ക് ആദ്യം ഉണ്ടാകുന്ന കുട്ടിയെ കുന്തിഭോജന് ദത്ത് നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ ശൂരസേനൻ ആദ്യം ഉണ്ടായ മകളാണ് പൃഥ. പൃഥയെ കുന്തിഭോജന് ദത്ത് നൽകി. കുന്തിഭോജന് ദത്ത് നൽകി. കുന്തിഭോജന്റെ കൊട്ടാരത്തിൽ പൃഥ കഴിയുമ്പോൾ പൃഥയ്ക്ക് കുന്തി എന്ന് പേരുമായി. അപ്പൊ ഇവിടെ ഗാന്ധാരിയുടെ കാര്യം കൂടെയാണ് ഞാൻ പറഞ്ഞത്. ഗാന്ധാരി കൊട്ടാരത്തിൽ വസിക്കുന്ന സമയത്താണ് കുന്തിദേവിയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നു.
അത് കഴിഞ്ഞപ്പോ പാണ്ഡുവിനെ കൊണ്ട് ഒരു വിവാഹം കൂടെ കഴിപ്പിക്കണം എന്ന് ഭീഷ്മർക്ക് തോന്നി. മഗധ രാജ്യത്തിലെ രാജകുമാരിയെ കൂടെ പാണ്ഡുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. അങ്ങനെ ഇവര് 3 പേരും അവിടെ വസിക്കുന്ന സമയത്ത് കുന്തി ഗർഭിണിയായി, യുധിഷ്ഠിരനെ പ്രസവിച്ചു. അപ്പൊ ഗാന്ധാരിയും ഗർഭിണിയായി. 2 വർഷമായിട്ടും പ്രസവിച്ചില്ല. കുന്തി പ്രസവിക്കുകയും ചെയ്തു. എപ്പോഴും ഒരു രാജ്യത്തെ മൂത്ത രാജകുമാരനെ രാജ്യാഭിഷേകം നടത്തി രാജാവാക്കും. അവരുടെ മകൻ അടുത്ത തലമുറയിൽ ആരാണോ മൂത്തവർ അവരെ അപ്പം രാജ്യാവകാശം കൊടുക്കും. ഇപ്പൊ ധൃതരാഷ്ട്രർക്ക് കുട്ടികളൊന്നും ആയില്ല. ഗർഭിണിയായ ഗാന്ധാരി പ്രസവിച്ചില്ല. അപ്പൊ ഗാന്ധാരിക്ക് ആകപ്പാടെ വിഷമമായി. ഗാന്ധാരി വയറ്റിലിടിച്ച് ഗർഭം ഉടച്ചു. അങ്ങനെ ഗാന്ധാരി ഒരു മാംസപിണ്ഡത്തെ പ്രസവിച്ചു. ആ സമയത്ത് വ്യാസഭഗവാൻ അവിടെ എത്തിയിട്ട് അദ്ദേഹം ഈ മാംസ കഷ്ണത്തെ 100 കഷ്ണമായി മുറിച്ചു. അപ്പൊ ഗാന്ധാരി പറഞ്ഞു, എനിക്കൊരു പുത്രി കൂടി വേണം. അപ്പൊ 101ാമതും കൂടെ ഒരു കഷ്ണം മുറിച്ചു. എന്നിട്ട് ഈ 101 കഷ്ണങ്ങളെയും ഓരോരോ നെയ്ക്കുംഭങ്ങളിലാക്കി അടച്ചു വെച്ചു. ഈ ഓരോരോ നെയ്ക്കുംഭവും പൊട്ടി ഓരോരോ പുത്രന്മാരായി ജനിച്ചു. അതിൽ മൂത്ത പുത്രനാണ് ദുര്യോധനൻ. ഒരു മകളുണ്ടായി, ദുശ്ശള. ദുര്യോധനന്റെ അനിയന്മാര് ദുശാസനൻ, ദുകർണൻ എന്ന് പറഞ്ഞ് അങ്ങനെ 100 പേരുണ്ട്. അപ്പൊ 101ാമത് ദുശ്ശള എന്നൊരു പുത്രി കൂടി ജനിച്ചു. അങ്ങനെ ഈ കുട്ടികളുമായിട്ട് ഹസ്തിനപുരത്തിൽ കൊട്ടാരത്തിൽ ധൃതരാഷ്ട്രരുടെ ഭാര്യയായി ഗാന്ധാരി കഴിഞ്ഞുകൂടുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് കുന്തിയുടെ ബാക്കി ജീവിത കഥയാണ്. കുന്തിയെ വിവാഹം കഴിച്ചു, മാദ്രിയെയും കല്യാണം കഴിച്ചു. പാണ്ഡുവും കുന്തിയും മാദ്രിയും അവരും സുഖത്തോടെ സന്തോഷത്തോടെ വസിക്കുന്ന ഒരു സമയത്ത് പാണ്ഡു നായാട്ടിനായി പോയി. അദ്ദേഹം നായാട്ടിനായി പോയപ്പോ നദീതീരത്ത് കിന്തമ എന്ന് പറയുന്ന ഒരു മഹർഷി തന്റെ ഭാര്യയോടൊപ്പം മാനിന്റെ രൂപത്തിൽ സന്തോഷത്തോടുകൂടി അവിടൊക്കെ സഞ്ചരിക്കുന്നത് കണ്ടു. അതുകൊണ്ട് കിന്തമ മഹർഷിയാണെന്ന് അറിയില്ല, മാനാണ് രൂപത്തിൽ. അങ്ങനെ പാണ്ഡു കിന്തമ മഹർഷിയെ അമ്പ് ചെയ്ത് കൊന്നു. അപ്പൊ ആ മരിക്കുന്ന സമയത്ത് മഹർഷി പൂർവ്വരൂപം പൂണ്ടു. എന്നിട്ട് പാണ്ഡുവിനെ ശപിച്ചു, നീ നിന്റെ ഭാര്യയെ തൊടുന്ന സമയത്ത് തല പൊട്ടിത്തെറിച്ച് മരിച്ചു പോകുമെന്ന്. ഇത് കേട്ട് പാണ്ഡു വളരെ വിഷണ്ണനായി തിരിച്ചു വന്നിട്ട് ഭാര്യമാരോട് വിവരം പറഞ്ഞിട്ട് വനത്തിൽ തപസ്സനുഷ്ഠിക്കാൻ പോകുന്നു എന്ന് പാണ്ഡു ഭാര്യമാരോട് പറഞ്ഞു. അത് കേട്ട് മാദ്രിയും കുന്തിയും സമ്മതിച്ചില്ല. അവരും കൂടെ വരണം എന്ന് പറഞ്ഞ് ബഹളം വെച്ചു, കരഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാം, ശരി. ഒടുവിൽ ഭാര്യമാരെ കൂട്ടി ശതശൃംഗത്തിൽ പോയി അദ്ദേഹം തപസ്സാരംഭിച്ചു. അദ്ദേഹം അവിടെ ശതശൃംഗത്തിൽ പോയി തപസ്സാരംഭിച്ചു. 2 ഭാര്യമാരും വേണ്ട കാര്യങ്ങള്, തപസ്സിന് വേണ്ട സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അവിടെ അങ്ങനെ താമസിക്കുകയായിരുന്നു. അപ്പോ അതിനു മുമ്പ് നമുക്ക് കുന്തിയുടെ ജീവിതകഥ പഠിക്കണമല്ലോ, കഥ പറയണമല്ലോ. അപ്പൊ കുന്തിയുടെ ജീവിതകഥയാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ പൃഥ കുന്തിയായി വളർന്നു വന്നു. രാജകുമാരിയായി അവിടെ കഴിയുന്ന സമയത്ത് കൊട്ടാരത്തിൽ വരുന്ന മഹർഷിമാരെയും ഒക്കെ പൂജിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നത് കുന്തിയുടെ ചുമതലയായി മാറി. കുന്തി ഭോജൻ, കുന്തി ദേവിയാണ് അതിന് ചുമതലപ്പെടുത്തിയത്. അങ്ങനെ സന്തോഷത്തോടു കൂടി ആ കാര്യങ്ങൾ കുന്തി ദേവി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ദുർവാസാവ് മഹർഷി കൊട്ടാരത്തിൽ വന്നു. ദുർവാസാവ് മഹർഷിയെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും.
ഉഗ്ര കോപിഷ്ഠനാണ്. കോപം വന്നാൽ അപ്പ ശപിക്കും. ആരെന്നോ എന്തെന്നോ ഒന്നും നോക്കാതെ ശപിക്കും. അപ്പൊ അങ്ങനെയുള്ള കോപിഷ്ഠനായ ദുർവാസാവിനെ പരിചരിക്കാനുള്ള സന്ദർഭം കുന്തിദേവിയിൽ ഉണ്ടായി. കുന്തിദേവി വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ മുൻകോപികളായിട്ടുള്ള മുനിമാരെയൊക്കെ സേവിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പാകപ്പഴ വന്നാൽ മതി, അവര് പ്രശ്നം ഉണ്ടാക്കും, ശപിക്കും. അത് പേടിച്ച് വളരെ ബന്ധപ്പെട്ട് കുന്തി ദുർവാസാവിനെ പരിചരിച്ചു. അങ്ങനെ പരിചരിച്ചു കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ഒരു ദിവസം ഈ കുന്തിദേവിയെ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു, ഞാന് സ്നാനം ചെയ്യാൻ പോവാണ്, പോയിട്ട് വരുന്ന ഉടനെ എനിക്ക് ഭക്ഷണം തയ്യാറാക്കി വെക്കണം. ശരി. കുന്തിദേവി അതിന് വേണ്ടി പെട്ടെന്ന് തന്നെ എന്തൊക്കെയോ ആഹാരങ്ങളെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കി. ക്ഷണനേരം കൊണ്ട് തന്നെ ദുർവാസാവ് കുളിച്ചിട്ട് തിരിച്ചു വന്നു. കുളിച്ചിട്ട് തിരിച്ചു വന്ന ദുർവാസാവിന് ഈ ആഹാരം എല്ലാം റെഡിയാക്കിയത് ഒരു പാത്രത്തിലാക്കി ദുർവാസാവിന്റെ മുമ്പിൽ കൊണ്ടുവച്ചു. അന്നേരം ഭയങ്കര ചൂട്. അപ്പൊ ഈ ചൂടോടെ എങ്ങനെ അദ്ദേഹം കഴിക്കുക, എങ്ങനെയാ ഈ പാത്രം പിടിക്കുക? അദ്ദേഹം കുന്തിദേവി ഒന്ന് നോക്കി. അദ്ദേഹത്തിന്റെ മനസ്സ് മനസ്സിലായ കുന്തിദേവി തന്റെ പുറം അദ്ദേഹത്തിന് പാത്രം വയ്ക്കാനുള്ള ഇടമാക്കി കാണിച്ചു കൊടുത്തു. ദുർവാസാവ് പാത്രം കുന്തിയുടെ പുറത്ത് വെച്ച് ഭക്ഷണം കഴിച്ചു. വളരെ വേദനയോടുകൂടി കുന്തി അതെല്ലാം സഹിച്ച് നിന്നു. ഇതിൽ സന്തുഷ്ടനായ ദുർവാസാവ് കുന്തിക്കൊരു വരം കൊടുത്തു, അനുഗ്രഹം കൊടുത്തു. ഈ മന്ത്രം ചൊല്ലി ഏതേതു ദേവ ആഹ്വാനം ചെയ്തവേദി അതാതു ദേവപ്രീത്യ പുത്രനുണ്ടായി വന്നിടും. നീ ഞാൻ പറഞ്ഞു തരുന്ന മന്ത്രം ചൊല്ലി ഏതു ദേവനെയാണോ ആവാഹിക്കുന്നത് ആ ദേവനിൽ നിന്ന് നിനക്ക് പുത്രൻ ഉണ്ടായി വരും എന്നാണ് ആ മന്ത്രം. അപ്പൊ അനുഗ്രഹമൊക്കെ കൊടുത്തു കഴിഞ്ഞ് ദുർവാസാവ് മഹർഷി അവിടുന്ന് കൊട്ടാരത്തിൽ നിന്ന് പോയി. യൗവനയുക്തയായ കുന്തിദേവിക്ക് ആ ദുർവാസാവ് തന്ന മന്ത്രം ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ ഒരു കൗതുകം തോന്നി. അങ്ങനെ കുന്തിദേവി ഉദിച്ചുയരുന്ന സൂര്യനെ നോക്കി ഈ മന്ത്രം ജപിച്ചു. ഉടനെ തന്നെ ബ്രാഹ്മണ വേഷത്തിൽ സൂര്യഭഗവാൻ കുന്തിദേവിയുടെ അടുത്തെത്തി. അപ്പൊ അത് തനിക്ക് ഈ മന്ത്രം ശരിയാകുമോ എന്നറിയാൻ വേണ്ടി ഒന്ന് ചൊല്ലി നോക്കിയതാണ് എന്നൊക്കെ കുന്തിദേവി പറഞ്ഞെങ്കിലും സൂര്യഭഗവാൻ സമ്മതിച്ചില്ല. അതായത് നിന്നിൽ പുത്രൻ ഉണ്ടാകണം എന്നുള്ളതാണ് എന്റെ ദൗത്യം. അപ്പോ അവിടെ നിന്റെ സമ്മതക്കുറവൊന്നും ഒരു പ്രശ്നമേ അല്ല. അവസാനം അവിവാഹിതയായ കുന്തിദേവി ഗർഭിണിയായി പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അത് അന്തഃപുരത്തിനും രാജ്യത്തിനും ഒക്കെ കളങ്കമാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കണം എന്ന് കുന്തിദേവി സൂര്യദേവനോട് ആവശ്യപ്പെട്ടു. ഏതായാലും അവര് തമ്മിൽ സംബന്ധിക്കുകയും കുന്തിദേവി ഗർഭിണിയാവുകയും ചെയ്തു. അപ്പൊ സൂര്യഭഗവാൻ പറഞ്ഞു, നീ അങ്ങനെ ഒരു പുത്രനെ പ്രസവിച്ചാലും കന്യകയായി തന്നെ ഇരിക്കും, നിന്റെ കന്യകാത്വം നഷ്ടപ്പെടില്ല എന്ന് അനുഗ്രഹിച്ചിട്ട് സൂര്യഭഗവാൻ പറഞ്ഞു. കുന്തിദേവി സൂര്യനെ പോലെ തേജസ്സുള്ള ഒരു മകനെ പ്രസവിച്ചു. ആ മകൻ ജന്മനാ തന്നെ കവചകുണ്ടലങ്ങളാൽ ജനിച്ചു. അതായത് മാറത്ത് ചട്ടയും കാതുകളിൽ കുണ്ടലവുമായിട്ട് ജനിച്ചു. ഇത് രണ്ട് ശരീരത്തിലുള്ളപ്പോൾ അദ്ദേഹത്തിനെ ആർക്കും കൊല്ലാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ വളരെ തേജസ്സോടുകൂടി ഈ കുഞ്ഞിനെ കുന്തിദേവി ആരും അറിയാതെ ഒരു പേടകത്തിലാക്കി ചർമ്മൺ നദിയിൽ ഒഴുക്കി വിട്ടു. നദിയിലൂടെ ഒഴുകി വന്ന പെട്ടി അധിരഥൻ എന്ന് പറഞ്ഞ പ്രായമായ ഒരു സൂതൻ പറഞ്ഞ തേരാളി, രാജാക്കന്മാരുടെ രഥം ഓടിക്കുന്ന തേരാളിയാണ്. അപ്പൊ അങ്ങനെയുള്ള അധിരഥൻ ആ കുഞ്ഞിനെ എടുത്ത് കൊണ്ടുപോയി. അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയായ രാധയും കൂടി കർണനെ എടുത്ത് കൊണ്ടുപോയി വളർത്തി. ബാക്കി അടുത്ത എപ്പിസോഡിൽ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമസ്കാരം.